ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വലിയ പെരുന്നാളിൻ്റെ അന്ന് എടുത്തിട്ടുള്ളൊരു ചെറിയ വ്ളോഗാണിത്. കുക്കിങ്ങിൻ്റെ വ്ളോഗ് മാത്രമേ ഉള്ളൂ, ഒരുപാടൊന്നുമില്ല. ഇതിൽ ഞാൻ ബിരിയാണിയുടെ റെസിപ്പി കാണിക്കുന്നുണ്ട്. പെരുന്നാളിൻ്റെ അന്ന് രാവിലെ എഴുന്നേറ്റത് മുതൽ പിന്നെ ഫുഡ് ഉണ്ടാക്കി കഴിയുന്നത് വരെയുള്ള ആ ഒരു സമയത്തെ വ്ളോഗാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ ഇതൊക്കെ ഞാൻ തലേ ദിവസം തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ ബിരിയാണിയാണ് പെരുന്നാളിൻ്റെ അന്ന് ഉണ്ടാക്കാനുള്ളത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇങ്ങനെ ഒരുമിച്ചൊരു പാത്രത്തിലാക്കിയിട്ട് തട്ടിലാക്കിയിട്ട് മാറ്റി വെച്ചേക്കായിരുന്നു. അപ്പോൾ ഇതെല്ലാം കഴുകിയിട്ടാണ് വെച്ചത്. പിന്നെ അങ്ങനെ ആകുമ്പോൾ നമുക്ക് രാവിലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളമൊഴിച്ച് മാത്രം കഴുകിയാൽ മതി. അപ്പോൾ നമ്മുടെ വാഷിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ ഈസി ആവും. അപ്പോൾ തലേ ദിവസം നമുക്ക് അറഫയുടെ നോമ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ നോമ്പൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രയറും കാര്യങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഒരുക്കി വെച്ചത്. അപ്പോൾ ഇങ്ങനെയാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് എടുത്ത് കുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഞങ്ങളുടെ കുക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പുറത്താണുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ സാധനത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ അകത്തേക്കും പുറത്തേക്കും നടക്കുന്നതിനാലും ഈസിയാണ്. ഇങ്ങനെ ആകുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാനും പറ്റും. അപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. വെളിച്ചത്തിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. രാവിലെ ഒരു 5:30 ആയപ്പോഴേക്കാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു തട്ടോടുക്കനെ എടുത്തിട്ട് ഇങ്ങനെ പുറത്ത് കൊണ്ടുപോയി വെച്ചു. പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയറി ഇറങ്ങേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല ഇങ്ങനെയാവുമ്പോൾ. അപ്പോൾ ഇനി പച്ചക്കറികളൊക്കെ ഒന്നും കൂടെ ഒന്ന് വാഷ് ചെയ്തെടുക്കണം. ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ആക്കിയിട്ട് ഇതിൽ ചതക്കാനുള്ളതൊക്കെ ഒന്ന് ചതച്ചെടുക്കും വേണം. പിന്നെ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കൂടെ വേണം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മൾ ബിരിയാണിക്കുള്ള അരിയൊക്കെ ഒന്ന് തിളപ്പിച്ച് ഊറ്റാൻ വേണ്ടിയിട്ടുള്ള വെള്ളം വെക്കുകയാണ്. അപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് വിറകൊക്കെ ഒന്ന് ചൂടുണ്ടാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അടുപ്പിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ടാണ് രാത്രി ഞങ്ങൾ കിടക്കാൻ പോകാറുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ട് തീയൊക്കെ കൂട്ടിയിട്ട് അതിനുള്ള വെള്ളം റെഡിയാക്കുകയാണ്. അപ്പോൾ വിറകിൻ്റെ പൊട്ടും പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ടാണ് പിന്നെ തീയൊക്കെ കൂട്ടാറുള്ളത്. അപ്പോൾ ഇതിലേക്ക് വേണ്ട ചിക്കനൊക്കെ തലേ ദിവസം തന്നെ കഴുകിയിട്ട് വെള്ളമൊക്കെ വാർത്തിട്ട് നമ്മളിങ്ങനെ ഫ്രിഡ്ജിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രീസറിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഐസൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മഞ്ഞളിട്ട് കൊടുക്കുകയാണ്. മഞ്ഞളിട്ട് കൊടുത്താൽ അതിലെ വെള്ളമൊക്കെ പെട്ടെന്ന് വലിഞ്ഞ് പോവും. നമുക്ക് ബിരിയാണി വെക്കുന്ന സമയത്ത് വെള്ളം നന്നായിട്ട് വലിഞ്ഞത് മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ മഞ്ഞളിട്ട് കൊടുക്കുന്നത്. ഈ ബിരിയാണിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളിയൊക്കെ ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു സ്ലൈസർ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഒരു ചിക്കൻ്റെ മസാലയിലോട്ടും അതുപോലെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്യാനും എല്ലാത്തിനും വേണ്ടിയിട്ട് നമുക്ക് ഉള്ളി വേണം. പിന്നെ തൈരിലേക്കൂടെ വേണം. അപ്പോൾ തൈരിലേക്ക് ഇങ്ങനെ നീളത്തിലല്ല ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചോപ്പ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചധികം ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്. 4 കിലോ വെക്കുന്നുണ്ട്. നമുക്ക് അയൽവാസികളായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ കൊടുക്കണം. അപ്പോൾ അവരൊന്നും ബീഫൊന്നും കഴിക്കൂല. അതുകൊണ്ടാണ് ചിക്കൻ ബിരിയാണി തന്നെ വെക്കുന്നത്. പിന്നെ ഇത് ഞാൻ തലേ ദിവസം തന്നെ പുഴുങ്ങി വെച്ചിട്ടുള്ള ക്യാരറ്റായിരുന്നു ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊന്ന് ജ്യൂസ് അടിച്ചെടുക്കണം. അപ്പോൾ ആ സമയത്തിൻ്റെ ഇടയ്ക്കായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള അത്രയും ഉള്ളിയൊക്കെ ചോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കുടഞ്ഞെടുക്കുകയാണ്. ഓരോ പീസ് സെപ്പറേറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുടഞ്ഞെടുത്ത് ചെയ്യുന്നത്. അപ്പോൾ ചോറ് തിളപ്പിച്ച് ഊറ്റാനുള്ള വെള്ളം അപ്പുറത്തെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ഉള്ളിയൊക്കെ ഒന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ സവാള നീളത്തിൽ അരിഞ്ഞിട്ടാണ് പൊരിച്ചെടുക്കുന്നത്. പിന്നെ നമ്മൾ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചോപ്പ് ചെയ്യുന്ന ആ ഒരു സവാള കുറച്ച് കട്ടിയിലായിട്ട് ചോപ്പ് ചെയ്തെടുത്താൽ ഒന്നും കൂടി ഈസി ആയിട്ട് നമുക്കിത് പൊരിഞ്ഞ് കിട്ടും. അപ്പോൾ നേരം പുലരുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ലൈറ്റിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉള്ളത്. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടാണ് ഈ ഒരു ഉള്ളിയൊക്കെ പൊരിച്ചെടുക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ ഡാൽഡയൊക്കെ ഉപയോഗിക്കാം. പക്ഷെ ഡാൽഡ ഉപയോഗിച്ചാൽ അരിയൊക്കെ ഇങ്ങനെ ഒട്ടി നിൽക്കുന്ന പോലെയാണ് ഫീൽ ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് സൺഫ്ലവർ ഓയിൽ തന്നെ ഒഴിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഉള്ളി പൊരിക്കുന്ന സമയത്ത് ആ ഉള്ളിയിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് കൂടെ ചേർക്കണം. പിന്നെ അതിന് പുറമെ 1-2 നുള്ള് പഞ്ചസാര കൂടി ചേർത്താൽ പെട്ടെന്ന് തന്നെ മുരിഞ്ഞ് കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം എടുക്കും അതിങ്ങനെ മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും. ഇടയ്ക്കിടയ്ക്കായിട്ട് അതിമൊക്കെ ഇങ്ങനെ ശ്രദ്ധ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ പഞ്ചസാര ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടുകയും ചെയ്യും. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിലായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ആ സമയം കൊണ്ട് തക്കാളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ തക്കാളിയൊക്കെ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് തന്നെയാണ് അരിഞ്ഞെടുക്കുന്നത്. വളരെ ചെറിയ പീസാക്കിയിട്ടാണ് അരിഞ്ഞെടുക്കുന്നത്. നമ്മൾ ഉള്ളിയും തക്കാളിയൊന്നും വാട്ടാതെ പച്ചയിൽ തന്നെ കുഴച്ചിട്ടാണ് വെക്കുന്നത്. അപ്പോൾ വളരെ ചെറിയ പീസാക്കിയിട്ട് വെക്കണം. നമ്മൾ വാട്ടിയിട്ട് വെക്കുന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ വലിയ പീസാക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല.
അതിൻ്റെ ഇടയ്ക്കായിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ ചതച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ 2 ഗരം മസാല ഉണ്ട്. ഒന്ന് മസാലയിലേക്കുള്ളതും പിന്നെ ഒന്ന് ചോറിലേക്കുള്ളതും. പിന്നെ കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്കായൊക്കെ പൊടിക്കാതെ നമുക്ക് ചോറിൻ്റെ വെള്ളത്തിലേക്ക് ഇടാനും കൂടെ ഉള്ളതാണ്. അപ്പോൾ ഈ ഒരു ചോറൊക്കെ വേവുന്ന സമയത്തിൻ്റെ ഇടയ്ക്കായിട്ട് നമുക്ക് മസാല കൂട്ടണം. അപ്പോൾ ഉള്ളിയും തക്കാളിയും ഒന്നും വഴറ്റാതെയാണ് ഞാൻ ബിരിയാണി വെക്കാറുള്ളത്. എനിക്ക് കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നിയതും അതാണ്. ചെമ്പിലാണ് ബിരിയാണി ദമ്മിടുക, പക്ഷേ അതിൽ നമുക്ക് ഇങ്ങനെ കുഴച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പാത്രത്തിലാക്കിയിട്ട് നല്ല രീതിയിൽ അത് കുഴച്ചെടുത്തതിന് ശേഷം പിന്നെ ചെമ്പിലേക്ക് മാറ്റും. അപ്പോൾ ആദ്യം ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഉള്ളി ഇട്ടിട്ട് പിന്നെ നമ്മളതൊന്ന് കുടഞ്ഞെടുക്കണം. കൈകൊണ്ടൊന്ന് കുടഞ്ഞെടുക്കുകയാണ്. നമ്മൾ വഴറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനെ കുടഞ്ഞെടുക്കണം എന്ന് പറഞ്ഞൊന്ന് സെപ്പറേറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി കൂടെ ചേർക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, പച്ചമുളക്, അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ ആ ഒരു പേസ്റ്റ്, ഒരുപാട് നല്ല രീതിയിൽ പേസ്റ്റാക്കി എടുത്തതല്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. പിന്നെ പച്ചമുളകൊക്കെ എരിവിനനുസരിച്ച് മാത്രം ചേർക്കുക. അത് കുറച്ച് എരിവ് കുറവുള്ള പച്ചമുളകായിരുന്നു, അതുകൊണ്ടാണ് ഇത്ര അധികം ചേർക്കുന്നത്. പിന്നെ ഒരു 100 ഗ്രാമോളം തൈര് കൂടെ ചേർക്കണം. പിന്നെ ഈ ഗരം മസാല കൂടെ ചേർക്കണം. ഇതിൽ പട്ട, ഗ്രാമ്പു, ഏലക്കായ, ജാതിക്ക, പിന്നെ കുരുമുളക്, പിന്നെ സജീരകം ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഒന്ന് പൊടിച്ചെടുത്തതാണ്. ഒരുപാട് നല്ല പൗഡറായിട്ട് പൊടിച്ചെടുക്കണ്ട, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. പിന്നെ അതിലേക്ക് കറിവേപ്പില കൂടെ എടുക്കണം. അത് കഴിഞ്ഞിട്ട് ചപ്പ് പുതിന, അതായത് മല്ലിയുടെ ഇലയും അതുപോലെ പുതിനയുടെ ഇലയും കൂടെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് ചേർക്കുകയാണ്. എല്ലാം ചെറുതാക്കി അരിയണം. നമ്മൾ വഴറ്റാതെ ചെയ്യുന്നത് കൊണ്ട് തന്നെ എല്ലാം ചെറുതാക്കി അരിഞ്ഞിട്ടാണ് നമ്മൾ ചേർക്കേണ്ടത്. ഇനി ഇതിലേക്ക് ഇത്തിരി സുർക്ക കൂടെ ഒഴിക്കണം. സുർക്ക എന്ന് പറഞ്ഞാൽ വിനാഗിരിയാണ്. അപ്പോൾ തൈരിൻ്റെ പുളിക്കനുസരിച്ച് നോക്കിയിട്ട് മാത്രം ഒഴിക്കുക. തൈര് കുറച്ച് പുളിയൊക്കെ കുറവായിരുന്നു, അപ്പോൾ അതിനനുസരിച്ച് സുർക്ക കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നാരങ്ങയുടെ നീര് കൂടെ ചേർക്കുന്നുണ്ട്. അതും കൂടി ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർക്കണം. അപ്പോൾ ചിക്കനിലേക്കും കൂടി പിടിക്കാനുള്ള ഉപ്പ് കണ്ടിട്ടിടണം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുകയാണ്. പിന്നെ മല്ലിപ്പൊടി വേണമെങ്കിൽ നുള്ളി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടിയിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് നെക്കി നിരുമിയൊക്കെയാണ് ഒന്ന് മിക്സ് ചെയ്തെടുത്തത്. അതിനുശേഷം അതിലേക്ക് ആവശ്യമുള്ള ചിക്കനും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ചിക്കനിൽ ആദ്യം തന്നെ മഞ്ഞളിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിനനുസരിച്ച് മാത്രമാണ് ഈ ഒരു മസാലയിൽ, അതായത് ഈ ഒരു ഉള്ളിയിലൊക്കെ മഞ്ഞളിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൂടെ ആക്കിയിട്ട് ചിക്കനിൽ ഒന്നുകൂടി നന്നായിട്ട് മസാല പിടിക്കുന്നത് വരെ ഒന്നുകൂടി ഒന്ന് തിരുമ്മി കൊടുക്കണം. ഇതിപ്പോൾ 4 കിലോ ചിക്കനാണ്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പൊരിക്കാൻ വെച്ച ഉള്ളിയൊക്കെ പൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി അത് തമ്മിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പഞ്ചസാര ഇട്ടിട്ടൊന്ന് വിതറി കൊടുത്താൽ മതി. അപ്പോൾ മസാല ഒക്കെ കൂട്ടിയതിന് ശേഷം അത് ഈ ഒരു ചെമ്പിലേക്കാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിൽ വാഴയുടെ ഇല വെച്ചിട്ടാണ് ദമ്മിടുന്നത്. വാഴൻ്റെ ഇല വെക്കാതെയും ദമ്മിടാൻ പറ്റും. പിന്നെ ഒന്നുകൂടി നമുക്ക് ദമ്മ് പൊളിക്കുന്ന സമയത്ത് ചോറെടുക്കാൻ ഒന്നുകൂടി ഈസിയാണ് ഇങ്ങനെ വാഴൻ്റെ ഇല വെച്ചാൽ. ആ വാഴൻ്റെ ഇല വെച്ചാലും അതിനൊക്കെ ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, എന്നാലേ അതിൻ്റെ മണമൊക്കെ ആ ഒരു ചോറ്റിലേക്ക് കയറുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് 2 ട്രിപ്പായിട്ട് ഉള്ളിയൊക്കെ ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഈ ഓയിലിലേക്ക് തന്നെ കുറച്ച് നെയ്യ് കൂടെ ഒഴിച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ഇട്ടിട്ട് ഒന്ന് വാങ്ങി വെക്കുകയാണ്. നമ്മൾ ദമ്മിടുന്ന സമയത്ത് ബിരിയാണിയുടെ മുകളിൽ, റൈസിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാനാണ്. അപ്പോൾ ചോറ് വേവിച്ചെടുക്കാനുള്ള വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. ഈ ഒരു ഇല എന്ന് പറഞ്ഞാൽ ചോറ്റോല എന്നാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയാറുള്ളത്. ബിരിയാണി കൈത എന്നൊക്കെ പറയും. നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ ഇത് ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾ മസാലയിലോട്ട് വേണ്ടിയിട്ട് പിഴിഞ്ഞ് 2 നാരങ്ങയുടെ തൊലി കൂടി ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കും. അത് അരി തമ്മിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നാരങ്ങയുടെ തൊലി ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഊറ്റുന്ന സമയത്ത് അതങ്ങോട്ട് എടുത്ത് കളഞ്ഞാൽ മതി.
പിന്നെ അതോടൊപ്പം തന്നെ 2 തണ്ട് ഒരു മല്ലിയുടെയും അതുപോലെ പുതിനയുടെയൊക്കെ ഇല കൂടി ചേർത്ത് നല്ലതാണ്. അതിൻ്റെ അടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ആ ഒരു വെള്ളത്തിലേക്ക് അത് ചേർക്കാത്തത്. ഇനി ആ സമയം കൊണ്ട് നമുക്ക് ചോറിലേക്ക് വേണ്ടിയിട്ടും തൈരിലേക്ക് വേണ്ടിയിട്ടുള്ള ക്യാരറ്റൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് അരിഞ്ഞെടുക്കുന്നത്. ദമ്മിടുന്ന സമയത്ത് അതിലേക്കാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി അരിയുടെ കൂടെ വേവിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്താൽ ഒന്നും കൂടെ അത് സോഫ്റ്റായി മാറും. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് ആ ഒരു പച്ചച്ചുവ മാറി കിട്ടുകയും ചെയ്യും, ജസ്റ്റ് ഒന്നിങ്ങനെ കടിക്കാനും കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ദമ്മിടുന്ന സമയത്ത് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ചോറൊക്കെ വെന്തിട്ടുണ്ട്. ചോറ് വെന്തിട്ട് ദമ്മിടാൻ വേണ്ടിയിട്ട് ആ ഒരു ചെമ്പിലേക്ക് ഇടുകയാണ്. അപ്പോൾ അതിൻ്റെ ഓരോ പ്രാവശ്യം ഓരോ കോരി ചോറിട്ടതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ക്യാരറ്റും പിന്നെ ഞാൻ നേരത്തെ ഒരു മസാലപ്പൊടി കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അതൊക്കെ ഒന്ന് രാവിലെ പൗഡർ ചെയ്ത് വെച്ചതായിരുന്നു. അപ്പോൾ ഈ ഒരു ചെമ്പ് മുഴുവനായിട്ട് ഇങ്ങനെ റൈസൊക്കെ ഇട്ട് കൊടുത്തിട്ട് ദമ്മിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് അധികം ചോറിടാനുള്ള സ്പേസ് ഒന്നുമില്ല. അത് 3 കിലോയുടെ ചെമ്പായിരുന്നു, ഞങ്ങൾ 4 കിലോ ആണ് വെക്കുന്നത്. പിന്നെ 1 കിലോ സെപ്പറേറ്റ് ആയിട്ട് വേറെ ദമ്മിട്ടേക്കാണ്. അപ്പോൾ അതിലേക്കുള്ള ചിക്കനൊക്കെ വേറെ ഒരു പാത്രത്തിലാക്കിയിട്ട് ഇങ്ങനെ ഇലയൊക്കെ വിരിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള ഒരു ഗരം മസാലയുടെ പൊടിയൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ പൊരിച്ച എണ്ണ ഉണ്ടായിരുന്നു, ഉള്ളിയൊക്കെ ഒന്ന് പൊരിച്ചെടുത്ത എണ്ണ ഉണ്ടായിരുന്നു, എണ്ണയും നെയ്യും കൂടെ മിക്സ് ആക്കിയതാണ്. അപ്പോൾ അതുകൂടെ ഇതിൻ്റെ മുകളിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ടത് അടച്ച് വെച്ചിട്ടാണ് നമ്മൾ ദമ്മിടുന്നത്. അപ്പോൾ കുറച്ച് സമയം അടുപ്പത്ത് തന്നെ കിടക്കണം. ഒരു 2-3 മിനിറ്റൊക്കെ നന്നായിട്ട് ഒന്ന് കത്തിയിട്ട് അതൊന്ന് തിളച്ച് പൊന്തണം. ഒരു 5 മിനിറ്റോളൊക്കെ കത്തേണ്ടി വരും. പിന്നെ അടുപ്പിനനുസരിച്ച് ഡിഫറൻസ് ഉണ്ടാവും. പുകയില്ലാത്ത അടുപ്പാണെങ്കിൽ ഒരുപാട് സമയം വേണ്ടി വരും. അപ്പോൾ ആ ഒരു ചെമ്പിൽ കൊള്ളാത്ത ചോറ് ഇങ്ങനെ വേറൊരു പാത്രത്തിലാക്കിയിട്ട് ഇപ്പുറത്തും ദമ്മിട്ടിട്ടുണ്ട്. അപ്പോൾ അടിയിൽ അടുപ്പിൻ്റെ ചൂടുണ്ടാവും, മുകളിൽ പിന്നെ നമ്മൾ കനൽ വെച്ചാൽ ആ പാത്രമൊക്കെ ആകെ ഇരപ്പാവും. അതുകൊണ്ട് ഇങ്ങനെ ചൂടുള്ള കഞ്ഞിവെള്ളം ഉണ്ടാവും, ആ ഒരു ചോറൂറ്റിൻ്റെ കഞ്ഞിവെള്ളം ഉണ്ടാവും. അപ്പോൾ അതങ്ങനെ വെക്കാറാണ് പതിവ്. അപ്പോൾ ചിക്കനും കഴിക്കാത്ത ഒരാളുണ്ട്, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങാച്ചോറ് ഉണ്ടാക്കുകയാണ്. ഇതിലേക്ക് അരിയും തേങ്ങ ചിരകിയതും പിന്നെ ചെറിയുള്ളിയും ഉലുവയും കൂടെ മിക്സ് ആക്കിയിട്ടൊന്ന് കുഴച്ചിട്ട് കുക്കറിലിട്ടിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഒരാൾ മാത്രമേ ഉള്ളൂ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. 1 കപ്പ് അരിയേക്ക് 2 കപ്പ് വെള്ളം എടുത്തിട്ടാണ് നമ്മൾ 2 വിസിലടിച്ചാൽ മതി കുക്കറിൽ. പിന്നെ അരിയുടെ വേവിനനുസരിച്ച് മാറ്റം ഉണ്ടാവും കേട്ടോ, വെള്ളത്തിൻ്റെ അളവിനും അതുപോലെ തന്നെ എത്ര വിസിൽ വേണമെന്നുള്ളതിനൊക്കെ അനുസരിച്ച് മാറ്റം ഉണ്ടാവും. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇത് 2 വിസിലടിച്ചാൽ തന്നെ വെന്ത് കിട്ടും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള പാത്രങ്ങളും ഇതൊക്കെ ഒന്ന് കഴുകാനുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ്. അപ്പോൾ 2 ചോറും ദമ്മിലായിട്ടുണ്ട്, തേങ്ങാച്ചോറും ആയിട്ടുണ്ട്, അതുപോലെ തന്നെ ബിരിയാണിയും ദമ്മിലായിട്ടുണ്ട്. അപ്പോൾ 2 വിസിലടിച്ചപ്പോഴേക്കും ഈ ഒരു തേങ്ങാച്ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് വേവുന്ന അരിയായിരുന്നു. അപ്പോൾ വേവ് കൂടുതലുള്ളതാണെങ്കിൽ ഒരു 3-4 വിസിലൊക്കെ വേണ്ടി വരും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് തേങ്ങാച്ചോറിലേക്ക് വേണ്ടിയിട്ട് പരിപ്പിൻ്റെ കറി കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ചിക്കനൊന്നും പറ്റാത്തതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും ചേർക്കാൻ പറ്റില്ലല്ലോ. പിന്നെ അതിലേക്ക് കൂട്ടാനായിട്ട് എഗ് റോസ്റ്റും കൂടെ പിന്നെ പപ്പടവും കൂടെ പൊരിച്ച് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ബിരിയാണി കഴിക്കുന്ന സമയത്തേക്ക് വേണ്ടിയിട്ട് കുറച്ച് ബീഫ് കൂടെ വരട്ടിയിട്ടുണ്ടായിരുന്നു. അത് തലേ ദിവസം നോമ്പൊക്കെ തുറന്നിട്ടുള്ള സമയത്ത് വരട്ടി വെച്ചതായിരുന്നു. അപ്പോൾ ഇനി അതൊന്ന് തൂമിച്ചെടുക്കണം. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ കുറച്ച് കോരിയിട്ട പരിപ്പിൻ്റെ കറിയും കൂടെ ഒന്ന് തൂമിച്ചെടുക്കുകയാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അടിക്കലും തുടക്കലൊക്കെ ആയിട്ട് ബാക്കി ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ബിരിയാണിയൊക്കെ ദമ്മ് പൊളിക്കാനായിട്ടുണ്ട്. ഒരു 8:30 സമയമായിട്ടുണ്ട്, 8:30-9 മണിയൊക്കെ ആവാറായി. അപ്പോൾ സാധാരണ എല്ലാ പ്രാവശ്യവും പെരുന്നാൾക്ക് അവരൊക്കെ വീട്ടിലേക്ക് വന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണ് പതിവ്. ഇപ്പോൾ കൊറോണയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് തന്നെ കൊണ്ടുപോയി കൊടുക്കുകയാണ്. അപ്പോൾ ഈ റൈസ് എടുക്കുന്നതിൻ്റെ ഇടയിലായിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു
ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഉള്ളൊരു മിക്സ് ഉണ്ടായിരുന്നു. അതൊക്കെ ഇതിൻ്റെ ഇടയിലൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ബിരിയാണിയുടെ റെസിപ്പി ഉൾപ്പെടുത്തുക എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വ്ളോഗായിട്ട് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ റൈസും മസാലയൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആക്കിയൊക്കെ വെക്കുന്ന സമയത്തൊക്കെ ഞാൻ കുളിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ ഈ ഒരു ജ്യൂസൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ ഓരോരുത്തർ വരുന്ന സമയത്ത് ഈ ഒരു ജ്യൂസാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയതാണ്. തൽക്കാലം ഞാൻ ഇത്ര ഈ ഒരു വ്ളോഗിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതോടൊപ്പം തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കൂടെ വേണം. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്